ജ്യോതിയോട് ഞങ്ങൾക്ക് വിരോധമുണ്ട്. അതിന് കാരണം അമരാവതിയിലെ അമ്മായിയമ്മ ആവാനുള്ള യോഗ്യത അവൾക്കില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ അവൾ ഇപ്പൊ DKയുടെ ഭാര്യ. അവളെ മോശം കണ്ണിലൂടെ നോക്കിയ നിങ്ങൾ ഞാൻ തന്നെ ഇവിടെ നടിച്ചിറക്കും. നീ പറയുന്ന പോലെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ ജ്യോതി ഏട്ടന്റെ കൈ പൊളിച്ചത്? അവള് ഞങ്ങളുടെ ശത്രു തന്നെയാ. പക്ഷെ ഒരിക്കലും അവളൊരു ചീത്ത പെണ്ണല്ല. ബന്ധങ്ങളുടെ സ്ഥാനവും വിലയും മറക്കരുത്. ഇനി ഇത് ആവർത്തിച്ച DK എല്ലാം അറിയും. ബി കെയർഫുൾ. ആ വൃത്തികെട്ട ജ്യോതി കാരണം എന്റെ രഹസ്യങ്ങളെല്ലാം പുറത്താകുമെന്ന ഇപ്പൊ എന്റെ പേടി. നാശം. പ്രിയയും അവിനാശും തമ്മിലുള്ള കല്യാണം നടക്കണം. പക്ഷെ അവളിങ്ങനെ എതിർത്ത് നിന്നാ ഒന്നും നടക്കില്ല. ഡിവോഴ്സ് ചെയ്യാൻ ഞാൻ മാത്രം പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രിയ ആവശ്യപ്പെട്ട അവന് കുറച്ചുകൂടി ഉത്സാഹം കൂടും, കാര്യങ്ങൾ വേഗത്തിലാവും. പക്ഷെ ഈ അവസ്ഥയിൽ അവളത് പറയില്ല. എന്താ ഇപ്പൊ ചെയ്യാ? ഒരു വഴിയുണ്ട്. ഇത്തിരി കടന്ന കയ്യ, പക്ഷേ വേറെ വഴിയില്ല. പ്രിയ തന്നെയാണ് മെസ്സേജ് അയച്ചതെന്ന് അവൻ കരുതും. ചെയ്യാൻ പാടില്ലാത്ത പണിയാ. പക്ഷേ മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. ഗോൾഡ് റിംഗ് നന്നായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് അവിനാശ് എന്റെ കയ്യിലിടുന്ന എൻഗേജ്മെന്റ് റിംഗ് ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. I love you. സ്വന്തം പ്രിയ. I love you. പാല്. നന്നായിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം.
അവന്റെ കൈ അത്രയും പൊള്ളിച്ച പോരായിരുന്നു. അവന്റെ കൈ കെട്ടിവെച്ച് പടക്കം അതിനുള്ളിൽ വെച്ച് പൊട്ടിക്കണമായിരുന്നു. 2 പൂത്തിരി എത്തിച്ച് അവന്റെ ചെവിക്കുള്ളിലും വെക്കണമായിരുന്നു. ആ ലെവലാതി നിന്റെ അനീതിയെ തൊട്ടാ അവന്റെ കൈ ഞാൻ വെട്ടും, പറഞ്ഞേക്കാം. ഇവക്കിത് എന്തു പറ്റി? കരയുന്നുണ്ടല്ലോ. പ്രിയയുടെ കാര്യങ്ങൾ ഇവൾ അറിഞ്ഞോ? എന്തു പറ്റി? നീ എന്തിനും കരയുന്നു? ഒന്നുമില്ല. നീ അങ്ങനെ വെറുതെ കരയുന്ന ആളല്ലല്ലോ. പറയൂ സൂര്യ, നിനക്ക് എന്തു പറ്റി മോളെ? വെറുതെ ഓരോന്നോർത്തപ്പോ കരച്ചിൽ വന്നു, അത്രേ ഉള്ളൂ. അതെ, ഒരാള് കരയുന്നത് കണ്ട അത് വെറുതെ കരയുന്നതാണോ അതോ ആരെങ്കിലും അവളെ സങ്കടപ്പെടുത്തി കരയുന്നതാണോ എന്നൊക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. മോളെ, എന്റെ അനിയത്തിയുടെ പ്രായേ ഉള്ളൂ നിനക്ക്. ബന്ധം കൊണ്ടും അനിയത്തി തന്നെയാ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്ന ഈ ഉത്സവ ദിവസം നീ മാത്രം ഒറ്റയ്ക്കിരുന്നിങ്ങനെ കരയുന്നത് വെറുതെ അല്ലാന്ന് എനിക്ക് മനസ്സിലാവും. DK കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഒരു വലിയ നടിയാവേണ്ടവളായിരുന്നു ഞാൻ. എത്ര അഭിനയിക്കാൻ ശ്രമിച്ചാലും മനസ്സിലെ സങ്കടം മുഖത്ത് കാണും. മോൾ എന്നോട് പറയൂ, എന്താ ഉണ്ടായത്? എന്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണുണ്ടെന്ന് ഇങ്ങനെ ജ്യോതിയോട് പറയും. പറഞ്ഞ അതെന്തായാലും ഇന്ന് DKയോട് പറയും. അതോടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ. സൂര്യ, പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല. എന്ത് സങ്കടമായാലും അത് പരിഹരിക്കാനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോ എന്നോട് പറയാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ പറയണ്ട. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു നല്ല വഴി പറഞ്ഞുതരാം. ഈ വീട്ടിൽ ആരോട് ഷെയർ ചെയ്താലാണോ നിന്റെ സങ്കടം മാറുന്നത്, അയാളോട് പോയി നിന്റെ മനസ്സിലുള്ള വിഷമം അങ്ങ് തുറന്നു പറയേ. ആരോടെങ്കിലും ഷെയർ ചെയ്താ നിന്റെ പാതി സങ്കടം മാറിക്കിട്ടും. ജ്യോതിയും സൂര്യയും തമ്മില് എന്താ ഇടപാട്? അവൾ എന്തിനാ സൂര്യയെ കരയിച്ചത്? എന്തോ ഒരു സംഭവം ഇവർക്കിടയിലുണ്ട്. ശരി, ഓക്കെ. ആ ശരി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ വീട്ടിൽ പരിഹാരം ഉണ്ടാക്കി തരുന്ന ഒരാളേ ഉള്ളൂ, DK. DK വരുന്നുണ്ട്. DKയോട് ചെന്ന് നിന്റെ സങ്കടം പറയും. DK നിന്നെ ഹെൽപ്പ് ചെയ്യും, എനിക്ക് ഉറപ്പാ. ചെല്ല, വാ, എണീറ്റ് ചെല്ല ചെല്ല ചെല്ല. ഈ പാവം പെണ്ണിനെ ചതിക്കാൻ അവൻ എങ്ങനെ തോന്നി എന്റെ ഈശ്വര. ഇവള് വഴി DK വിവരം അറിഞ്ഞ ഇവളുടെ ജീവിതം മാത്രമല്ല എന്റെ അനിയത്തിയുടെ ജീവിതം രക്ഷപ്പെടും. നോ, വേണ്ട. പുറത്തേക്ക് പോകാൻ അനുവദിക്കണ്ട. ഇല്ല, അതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ഇതുപോലെ നമ്മൾ സ്പോൺസർ ചെയ്യുന്ന ഒരുപാട് പേര് പലയിടത്തായിട്ടുണ്ട് എന്ന് കരുതി അവരുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. ശരി. ഏയ്, നോ നോ നോ. അവരെ പടക്കം പൊട്ടിക്കാൻ അനുവദിക്കരുത്, അത് അപകടമാണ്. ഞാൻ പറയുന്നത് കേൾക്കാതെ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ നിങ്ങൾക്കായിരിക്കും. ഇഡിയറ്റ്. ആ, എന്താ മോളെ? കഷ്ടം.
കാട്ടുപോത്ത് അമർന്ന പോലെയാണോ വിശേഷം ചോദിക്കുന്നത്? ഇയാൾ ഇത്രയ്ക്ക് ചൂടായിട്ട് സംസാരിക്കുന്നത് എന്തിനാ? എന്തെങ്കിലും പറയാമെന്നാണോ? അത് ഒന്നുമില്ല. ഹാപ്പി ദിവാലി. താങ്ക് യു. സെയിം ടു യു. നശിപ്പിച്ചു. ഇയാൾ ആ പാവത്തിനെ പേടിപ്പിച്ചു വിട്ടു. എന്തൊരു കൊതുക്. ഇയാളിതെന്തൊരു മനുഷ്യനാ? ആ കുട്ടി എന്താ പറയാൻ വന്നേന്ന് ഒന്ന് സമാധാനത്തോടെ ഒന്ന് അന്വേഷിച്ചൂടായിരുന്നോ? ദുഷ്ടൻ. ചേച്ചി, ഞാൻ ചേച്ചി വിളിക്കണമെന്ന് കരുതിയതാ. അവിനാശ് എന്തിനാ അവിടെ വന്നേ? എനിക്കറിയില്ല ചേച്ചി, ഞാൻ അവനെ വിളിച്ചിട്ടില്ല. പിന്നെ എന്തിനാ നീ അവനെ വീട്ടിനകത്ത് കയറ്റിയത്? അവൻ നിന്നോട് ചെയ്തൊക്കെ എത്ര വേഗം നീ മറന്നുപോയോ? ഞാനൊന്നും മറന്നിട്ടില്ല ചേച്ചി. ഇപ്പോ എനിക്ക് ശരിക്കും അവനെ പേടിയാ. എന്നിട്ടാണോ നീ ആ ഗിഫ്റ്റുകളൊക്കെ വാങ്ങിയത്? ആ, ഞാനല്ല, അച്ഛനാ വാങ്ങിയേ. അപ്പൊ അച്ഛനെ അവൻ മയക്കിയോ? ചുമ്മാതല്ല അവൻ വീട്ടിൽ കയറി വന്ന് ഇത്രയും അധികാരം കാണിക്കുന്നു. അവൻ നിന്നെ തൊട്ടോ? എടി തൊട്ടോന്ന്. ചേച്ചി എന്താ ഈ പറയുന്നേ? ചേച്ചിയോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? അവൻ തന്നെ. പച്ച കള്ളം. ഞാൻ അവനെ ഒഴിവാക്കാനാ നോക്കി. നിനക്ക് ടെൻഷനുണ്ടോ മോളെ? ഉണ്ട് ചേച്ചി. അവൻ ഇവിടെ വന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാ അത് ചേച്ചിയും ബാധിക്കും. അപ്പൊ പിന്നെ എല്ലാവരും അറിയും. നീ പേടിക്കണ്ട. എനിക്ക് എന്ത് സംഭവിച്ചാലും നിനക്കൊരു പ്രോബ്ലം വരില്ല. അവൻ അതിബുദ്ധിമാനായ ക്രിമിനലാ. മധുരം പുരട്ടിയ വാക്കുകൾ കൊണ്ട് ആളുകളെ മയക്കാൻ മിടുക്കനാ. അവന്റെ യഥാർത്ഥ സ്വഭാവം മമ്മിക്കറിയില്ല. അറിഞ്ഞാ മമ്മി അവനെ അങ്ങ് വലിച്ചു കേറും. എല്ലാം മമ്മിക്ക് അറിയാം ചേച്ചി. ഞാൻ എല്ലാം മമ്മിയോട് തുറന്നു പറഞ്ഞതാ. എങ്കിലും മമ്മി അവനെ കുറിച്ച് നല്ലത് പറയുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്ത. അവൻ പണം കൊടുത്ത് മമ്മിയെ വശത്താക്കാൻ ശ്രമിക്കുമെന്ന് ഇപ്പൊ എന്റെ പേടി. സാരില്ല, നീ ഇനി അവന്റെ വാക്കുകളിൽ വീഴാതെ നോക്കിയാൽ മതി. അഥവാ അവൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നാ ചേച്ചിയോട് പറയണം. ആ ശരി ചേച്ചി. ഇപ്പൊ സന്തോഷായിട്ട് മോള് ദീപാവലി ആഘോഷിക്കും. ഹാപ്പി ദിവാലി. സെയിം ടു ചേച്ചി. ശരി. വീടിനകത്ത് ഈ എലിവാണോ മത്താപ്പും കൊടച്ചക്രവും കൊണ്ട് നീ എന്തിനാ കിടന്ന് ഓടുന്നത്? കണ്ണു കണ്ടുകൂടെ നിനക്ക്? നിങ്ങൾക്കൊന്ന് നേരെ നോക്കി നടന്നൂടെ? ഏത് നേരവും മുഖവും കടുപ്പിച്ചു വെച്ച് ഈ ഫയലും പിടിച്ചങ്ങ് നടന്നോളും. ഈ ദീപാവലിക്കെങ്കിലും ഈ ഫയലൊക്കെ ഒന്ന് മാറ്റി വെച്ചൂടെ എന്റെ മനുഷ്യ? ഇങ്ങനെ ഫയലിൽ നിന്ന് ജീവിക്കുന്നൊരു സാധനം. തർക്കുത്തരം പറഞ്ഞാൽ നിന്നൊരു മുറിക്കകത്തിട്ട് ഈ പടക്കം എല്ലാം കൂടി അതിനകത്ത് വാരിയിട്ട് പൊട്ടിക്കും ഞാൻ. ഞാനെന്താ തീവ്രവാദിയോ അതോ രാജ്യദ്രോഹിയോ ഇങ്ങനെ പടക്കം പൊട്ടിച്ചു കൊല്ലാൻ? ഓ, ഈ ഹിറ്റ്ലറിന്റെ ഒരു കാര്യം ഒന്ന് പറഞ്ഞ രണ്ടിന് കൊല്ലും പോലും.
അയ്യോ. ഇഡിയറ്റ്. അയ്യോ അയ്യോ അയ്യോ, ഇങ്ങനെ തല കൂട്ടിമുട്ടിക്കൂടാ, ദോഷമാ. അഥവാ അങ്ങനെ സംഭവിച്ചാ തന്നെ ഒന്നും കൂടി കൂട്ടിമുട്ടി ഇടിക്കണം. ഇല്ലെങ്കിലേ ആട്ടുംകുട്ടിയെ പോലെ കൊമ്പ് മുളയ്ക്കുമെന്ന് എന്റെ അമ്മൂമ്മ പറഞ്ഞിരിക്കുന്നേ. നിന്റെ അമ്മൂമ്മ പറഞ്ഞു പോലും. നീ മണ്ടത്തരം പറയാതെ മര്യാദക്ക് എണീറ്റ് പോകാൻ നോക്ക്. പോലെ പോലെ, പ്ലീസ് 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 പ്ലീസ്. ദയവ് ചെയ്ത് ഇത് അന്ധവിശ്വാസമാണെന്നും പറഞ്ഞ് തള്ളിക്കളയല്ലേ. ദോഷമാ. ഇല്ലെങ്കിലേ ഞാൻ കൊമ്പ് മുളച്ച പെണ്ണാടിനെ പോലെ ഓടി നടക്കുന്നത് കാണാൻ അയ്യയ്യേ എന്തൊരു വൃത്തികേടാ. എനിക്ക് മാത്രല്ല, നിങ്ങൾക്കും കൊമ്പ് മുളയ്ക്കും. നിങ്ങൾ മുട്ടനാടിനെ പോലെ കൊമ്പ് മുളച്ച് ഇങ്ങനെ നടന്നാലേ ഹിറ്റ്ലറിന്റെ അഭിമാനം കപ്പല് കയറി പറഞ്ഞേക്കാം. അത് വേണോ ഹിറ്റ്ലറെ? ബാലരമയെ പോലും ഇതുപോലത്തെ കഥകൾ ഞാൻ കേട്ടിട്ടില്ല. പ്ലീസ് ഹിറ്റ്ലറെ, കടങ്കഥ ആയാലും അന്ധവിശ്വാസമാണെങ്കിലും എന്റെ ഒരു വിശ്വാസത്തിന് വേണ്ടിയെങ്കിലും ഇതൊന്ന് ചെയ്യണം. പ്ലീസ് 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 പ്ലീസ്. ഇനി കൊമ്പ് മുളയ്ക്കില്ല. അയ്യോ, നിന്റെ കുടച്ചക്രോ എലിവാണോ കൊണ്ടേ കത്തിക്കേ. നിങ്ങളുടെ ഫയല് മാറിപ്പോയി. താങ്ക്സ്. എന്താടി എന്തെങ്കിലും താറാവ് കരയുന്ന പോലെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നേ? ഇനി കാര്യം പറയാതെ ഒരുമാതിരി കളിയാക്കി ചിരിച്ചാണ്ടല്ലോ, നിന്റെ മോന്ത പിടിച്ചാൽ നീ ഭിത്തിയിൽ ഉറച്ചു വെക്കും. പിന്നെ നിന്റെ ചിരി ആ ഭിത്തിയിലിരിക്കും. നീ എന്തിനാ ചിരിക്കുന്നേ? പൊട്ടുകൊള്ളാം, ഇത്തിരി സ്ഥാനം തെറ്റിയെന്നുള്ളൂ. പൊട്ടോ? എന്റെ സിന്ദൂരന്റെ നെറ്റിയില്. സൂപ്പർ. അതിനാണോ ഇങ്ങനെ കുടഞ്ഞിട്ട് ചിരിക്കുന്നേ? അതെ, നിങ്ങൾ എന്തൊരു അരസികനാ, പഴഞ്ചൻ. എല്ലാവരും ദീപാവലിക്ക് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുമ്പോ നിങ്ങൾ മാത്രം ഇങ്ങനെ ഫയലും തൂക്കി പിടിച്ച് നടക്കുക. നിങ്ങൾ ഭയങ്കര ബോറനാട്ടോ. അതെ, അതിനെന്ത് വേണം? നിന്നോട് പടക്കം പൊട്ടിക്കണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കിണ്ടി പോലുള്ള നിന്റെ ഈ മോന്തയും കൊണ്ട് എന്റെ മുന്നിൽ നിന്ന് പോകാൻ നോക്ക്. കിണ്ടിയോ? എന്റെ മോന്തയെ കുറ്റം പറഞ്ഞോണ്ടല്ലോ. ഈ പറയുന്ന നിങ്ങളുടെ മോന്ത എന്താ? ചൂണ്ട് വളഞ്ഞ മുഖവും മാമ്പഴം പോലെയുണ്ട്. എന്നിട്ട് ഞാൻ അതിനെ എപ്പോഴെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ? നിന്നെ ആ ഡ്രമ്മിൽ അടച്ചതിനോട് നന്ദി പറയണം. വെറുതെ ഞാനത് തുറന്ന് നിന്നെ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഹലോ, എപ്പോഴും അത് പറയണ്ട. എല്ലാവരുടെയും മുമ്പിൽ നിങ്ങളെ ഹീറോ ആക്കിയത് ഈ ഞാനാ. ചീട്ടളി ചീട്ടളി. ആ ഒരു നന്ദി പോലെ നിങ്ങൾക്ക് എന്നോടുണ്ടോ? നിനക്കൊന്ന് പോയി തരാവോ? എനിക്ക് കുറച്ച് അർജന്റ് ജോലി ബാക്കിയുണ്ട്. ചെല്, ഗോ 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 ഗോ, പോയി പടക്കം പൊട്ടിച്ച് രസിക്ക്. പോലൊരു ബോറൻ. അതെ, സമാധാനത്തോടെ ഇരുന്ന് ഫയല് നോക്കുന്നത് ഞാൻ കാണിച്ചുതരാം കേട്ടാ.